UDFിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രബലനായ കക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ് സമസ്ത. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലീഗും സമസ്തയും തമ്മിലുള്ള പോരാട്ടം വലിയ ചർച്ചയായി മാറുകയാണ്. ഒരർത്ഥത്തിൽ ലീഗും സമസ്തയും തമ്മിലുള്ള ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകളൊന്നും തന്നെ വെളിച്ചത്ത് വരാറില്ല എന്ന് തന്നെ പറയാം. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലീഗ് സമസ്ത പ്രശ്നങ്ങൾ, അതായത് പ്രത്യേകിച്ചും ലീഗിനും സമസ്തയ്ക്കും ഇടയിലുള്ള ഇന്നർ പൊളിറ്റിക്സ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിന് തുടക്കം കുറിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു പരസ്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രഭാതം പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ അച്ചടിച്ചു വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒരർത്ഥത്തിൽ സുപ്രഭാതം പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ അത്തരമൊരു പരസ്യം വന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പലപ്പോഴായിട്ട് സമസ്തയ്ക്ക് CPM-നോട് അഥവാ ഇടതുപക്ഷത്തിനോട് ഒരു ചായ്വുണ്ട് എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ ആക്ഷേപങ്ങളും വിമർശനങ്ങളെല്ലാം തന്നെ ശരിവെക്കുന്നതാണ് ആ പരസ്യം എന്നെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലരും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേസമയം തന്നെ സുപ്രഭാതം പത്രത്തിൽ ഇത്തരമൊരു പരസ്യം അച്ചടിച്ചു വന്നതിന് എതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ലീഗ് പ്രവർത്തകൻ സുപ്രഭാതം പത്രം കത്തിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അത് വിഷയത്തെ ആളിക്കത്തിക്കുകയായിരുന്നു. എന്നാൽ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് പലരും രംഗത്തെത്തിയെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ലീഗ് സംയമനം പാലിക്കുകയായിരുന്നു. കൃത്യമായ ഒരു പ്രതികരണം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഇതേ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയം തന്നെയാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ലീഗിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകാതിരുന്നത്. എന്നാൽ അതേസമയം തന്നെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊന്നാനിയിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള KS ഹംസ പോലും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരമൊരു പ്രവൃത്തി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലീഗ് പ്രവർത്തകർ തന്നെ ആയിരിക്കും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു KS ഹംസ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ലീഗിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതിനുശേഷമാണ് ഉമർ ഫൈസി പോലും രംഗത്തെത്തുന്നത്. അദ്ദേഹവും ലീഗിനെതിരെ കടുത്ത ആക്ഷേപവും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. PMA സലാബിനെ പോലും അദ്ദേഹം പോലും ആ പദവിയിൽ നിന്നും മാറേണ്ട സാഹചര്യമുണ്ടെന്നെല്ലാം തന്നെ വിമർശിച്ചുകൊണ്ട് ഉമർ ഫൈസി പോലും രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. ഈ സമയങ്ങളിലെല്ലാം തന്നെ ലീഗിന്റെ സമീപനം എന്ന് പറയുന്നത് തീർത്തും സംയമനത്തോടു കൂടി തന്നെയായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. അതിനുശേഷം സമസ്തയുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ന്യായീകരണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സമസ്തയും ലീഗും തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് മുന്നോട്ട് വരുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. വലിയ തരത്തിൽ ലീഗ് സമസ്ത വിഷയങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇത്തരത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇതേ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം സുപ്രഭാതം പത്രത്തിൽ ഒരു ലേഖനം വരുന്നത്. യഥാർത്ഥത്തിൽ ലീഗും സമസ്തയും തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല, പക്ഷേ ശത്രുക്കൾ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു തമ്മിലടിക്ക് ലീഗിന്റെയും സമസ്തയുടെയും പ്രവർത്തകർ ചെന്ന് കൊടുക്കരുത്, അതിൽ നിന്നെല്ലാം തന്നെ പിന്തിരിയണമെന്ന് പറഞ്ഞുകൊണ്ട് അത്തരമൊരു ലേഖനം യഥാർത്ഥത്തിൽ സുപ്രഭാതം പത്രത്തിൽ വരികയായിരുന്നു. എന്നാൽ ആ ലേഖനവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ആ ലേഖനം ചർച്ച ചെയ്യപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സുപ്രഭാതം പത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യായീകരണം തന്നെയായിരുന്നു പത്രത്തിന്റെ ഭാഗത്തു നിന്ന് നടത്തിയത് എന്നുള്ളൊരു എതിർവാദം തന്നെയായിരുന്നു ആ ലേഖനം ഏറെ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം സുപ്രഭാതം പത്രം ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ CPM-നോട് ഏറെ ചായ്വുണ്ട് എന്ന്, അല്ലെങ്കിൽ സമസ്തയ്ക്ക് CPM-നോട് ഏറെ ചായ്വുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ സുപ്രഭാതത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും സമസ്തയുടെ ഭാഗത്തു നിന്നാണെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം തന്നെ ഉദാഹരണം എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ അത്തരം ഒരു പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ന്യായീകരണം എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ സുപ്രഭാതം പത്രത്തിൽ ഇന്നലെ വന്നിട്ടുള്ള ലേഖനം എന്ന് പറയുന്നത്. ആ ലേഖനത്തിൽ കൃത്യമായി പറയുന്നത് എന്തുകൊണ്ടാണ് പത്രങ്ങൾക്ക് ഇത്തരമൊരു പരസ്യം നൽകേണ്ടി വരുന്നത്, പത്രങ്ങളുടെ നിലനിൽപ്പിന് പോലും ഇത്തരം പരസ്യങ്ങളെല്ലാം തന്നെ ആവശ്യമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു ന്യായീകരണം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ആ ലേഖനത്തിലൂടെ പ്രധാനമായും സമസ്ത പറയാൻ ഉദ്ദേശിച്ചിരുന്നത് സമസ്ത ലീഗിന് ഒരു കാലത്തും എതിരല്ല എന്ന് തന്നെയാണ്. അതായത് തങ്ങളുടെ നയം വ്യക്തമാക്കുക തന്നെയാണ് യഥാർത്ഥത്തിൽ സുപ്രഭാതത്തിൽ വന്ന ആ ലേഖനത്തിലൂടെ സമസ്ത ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ലേഖനം അവസാനിക്കുന്ന സാഹചര്യത്തിൽ വ്യക്തമായി തന്നെ സമസ്ത തങ്ങളുടെ നിലപാട് പറഞ്ഞു വെക്കുന്നുണ്ട്. ശത്രുവിന്റെ ചതിക്കുഴിയിൽ ലീഗ് പ്രവർത്തകർ വീഴരുത് എന്ന് പറയുന്ന ഒരു ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് ലേഖനം അവസാനിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതിന് മറുപടിയായിട്ടാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെ മുഖപത്രമായിട്ടുള്ള ചന്ദ്രികയിൽ മറ്റൊരു ലേഖനം വരുന്നത്. യഥാർത്ഥത്തിൽ സുപ്രഭാതത്തിനുള്ള കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രികയിലും ലേഖനം വരുന്നത്. ലേഖനത്തിന്റെ തലക്കെട്ട് പോലും ചേർന്ന് നിൽപ്പിനെ അപകടപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം തുടങ്ങുന്നത്. ഇപ്രകാരമാണ്: സുപ്രഭാതം ദിനപത്രത്തിൽ ഇന്നലെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കവ് എഴുതിയ ലേഖനം അവസാനിക്കുന്നത് ഏറെ വിചിത്രമായ ഒരു ഉപദേശവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. സമസ്തയെയും മുസ്ലിം ലീഗിനെയും ഭിന്നിപ്പിക്കുകയെന്ന ശത്രുവിന്റെ ചതിക്കുഴിയിൽ സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർ വീഴാതെ ശ്രദ്ധിക്കുക എന്നതാണ് കേരള മുസ്ലിങ്ങളോടുള്ള ആ വല്ലാത്ത ഉപദേശവാക്യം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സുപ്രഭാതം ദിനപത്രത്തിലെ വാർത്തകളും അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ഫൈസിയുടെ കുടില ചെയ്തികളും അത് കേരളീയ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാക്കിയ ഖേദകരമായ ആഘാതങ്ങളും വില്ലലുകളും
മുന്നിൽ വെച്ച് നോക്കുമ്പോൾ ഏറെ കൗതുകത്തോടെ മാത്രമേ ഈ ഉപദേശത്തെ മനസ്സിലാക്കാൻ സാധിക്കൂ. അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ചന്ദ്രികയിൽ വന്നിട്ടുള്ള ഈ ലേഖനം യഥാർത്ഥത്തിൽ സുപ്രഭാതത്തിനുള്ള കൃത്യമായ മറുപടി തന്നെയാണ്, അതിനോടുള്ള കൃത്യമായ നിലപാട് തന്നെ പറയാനുള്ള ലേഖനം തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്നങ്ങോട്ട് ലേഖനം പരിശോധിക്കുമ്പോൾ കൃത്യമായി തന്നെ സമസ്തയുടെ നിലപാടുകളെ വലിച്ചു കീറുന്നതായി കാണാൻ സാധിക്കും. മുസ്ലിം ലീഗിനെ ഒരു അപരനായി കണ്ട് ശത്രുവോടെന്ന പോലെയാണ് ഈ കഴിഞ്ഞ കാലയളവിൽ പത്രത്തിലെ പല രാഷ്ട്രീയ വാർത്തകളുടെയും ഉന്നം പോയിരുന്നതെന്ന് ആർക്കും അറിയാവുന്നതാണ്. നിർമ്മാണാത്മകവും ക്രിയാത്മകവുമായ നിരൂപണങ്ങൾ സ്വാഗതാർഹമാണ്. എന്നാൽ മുസ്ലിം ലീഗ് ഒരു അതറാണെന്നും സമകാലിക വിഷയങ്ങളിലെല്ലാം തന്നെ വഴങ്ങാത്ത ലീഗാണ് പ്രശ്നക്കാരെന്നും വരുത്തി തീർക്കാനുള്ള ഒരു വ്യാജ ശ്രമം ഇതിന്റെ വാർത്തയെഴുത്ത് ശൈലിയിൽ നിറഞ്ഞു നിൽക്കുന്നതായി കാണാം. 90% സുപ്രഭാതം വരിക്കാരും സമസ്തക്കാരായ ലീഗുകാരാണ് എന്നുള്ളതാണ് പരമാർത്ഥം. ഇവരുടെ മനസ്സിൽ 100 മാർക്കാണ് ഇരു കൂട്ടായ്മകൾക്കുമുള്ളത്. ഇവരെ കൊണ്ടാണ് ഈ പത്രം നിലനിൽക്കുന്നതും വിജയകരമായി അതിജീവിക്കുന്നതും. എന്നിട്ടും ചേർന്ന് നിൽക്കേണ്ട സ്വന്തം ശരീരത്തിന് നേരെ ഒരു വിഭാഗീയ ശ്രമം പലപ്പോഴായി പത്രം നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നത് ഖേദകരമാണ്. ഒരു പത്രത്തിന്റെ മൗലിക ധർമ്മങ്ങളിലൊന്ന് സമൂഹത്തിന്റെ അഖണ്ഡത നിലനിർത്തുക എന്നതാണല്ലോ. വിശ്വാസത്തിലും ആദർശത്തിലും ഒരേ കാഴ്ചപ്പാടുള്ളവർ ആയിരുന്നിട്ട് പോലും അവരുടെ ഔരന്മേലാണ് നിലനിൽപ്പ്. എന്നിട്ടും ലീഗ് സമസ്ത അണികൾക്കിടയിൽ പരമാവധി ഛിദ്രതയും വിള്ളലുകളും ഉണ്ടാക്കുന്ന വിധത്തിലുള്ള വാർത്തകളെ നിർമ്മിച്ചുണ്ടാക്കാൻ ഉപരിസൂചിത കാലയളവിൽ സുപ്രഭാതം പത്രം ആവേശം കാണിച്ചിട്ടുണ്ടെന്നത് ആർക്കാണ് നിഷേധിക്കാനാവുക? യഥാർത്ഥത്തിൽ ഈ വാക്കുകളിലൂടെയെല്ലാം തന്നെ ലീഗ് പറയാൻ ശ്രമിക്കുന്നത് മുൻകാല ചരിത്രം തന്നെയാണ്. ലീഗ് എന്നാൽ സമസ്ത, സമസ്ത എന്നാൽ ലീഗ് എന്നൊരു സമവാക്യം ആദ്യകാലങ്ങളിലെല്ലാം തന്നെ അലയടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ വരവോടെ ആ ഒരു സമവാക്യത്തിന് വിള്ളലേറ്റു എന്ന് പറയാം. ഒരർത്ഥത്തിൽ മങ്ങലേൽക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ജെഫ്രി മുത്തുക്കോയ തങ്ങളും പിണറായി വിജയൻ സർക്കാരും തമ്മിലുണ്ടാക്കിയ ആ ബന്ധം യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് തിരിച്ചടിയാവുകയായിരുന്നു. മുസ്ലിം ലീഗിന് തങ്ങളുടെ പ്രധാന വോട്ട് ബാങ്കിന് നഷ്ടമാകുമോ എന്നുള്ളൊരു ആകുലത ഇപ്പോഴുള്ള ഈ പ്രതികരണങ്ങളിൽ കാണാൻ സാധിക്കും. എന്നാൽ സുപ്രഭാതം പത്രം കത്തിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ലീഗിന് കൃത്യമായ നിലപാടുണ്ട്. ആ ന്യായീകരണം ലീഗ് ഈ ലേഖനത്തിലൂടെ മുന്നോട്ട് വെക്കുന്നുമുണ്ട്. പത്രം കത്തിച്ചതുമായി ബന്ധപ്പെട്ട് സുപ്രഭാതത്തിൽ വന്ന വാർത്തകളുടെ ആഘോഷമാലയും നാം കണ്ടതാണ്. നിരന്തരം സുപ്രഭാതം വരിചേരുകയും പലരെയും സ്വന്തം ചെലവിൽ വരി ചേർത്തുകയും ചെയ്തിരുന്ന മുഖ്ലിസായ ഒരു സമസ്തക്കാരന് താൻ ഇഷ്ടപ്പെടുന്ന പത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രചരണം അതിരുവിട്ട നിലയിൽ കാണേണ്ടി വരുമ്പോഴുള്ള സ്വാഭാവികമായ മാനസിക വിഷമപ്രകടനവും പ്രതിഷേധവും മാത്രമായിരുന്നു ഈ സംഭവം. ഇത് അദ്ദേഹത്തിന്റെ മാത്രം കാര്യവുമല്ല, സുപ്രഭാതം പത്രത്തെ അതിരറ്റ് സ്നേഹിക്കുന്ന കേരളത്തിലെ ആയിരക്കണക്കിന് സമസ്തക്കാരുടെ മനസ്സുകൂടിയായിരുന്നു. എന്നിട്ടും ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുവാനും ലീഗിനെതിരെ രോഷാഗ്നി കത്തിക്കാനുള്ള ഒരു അസുലഭ അവസരവും ആയുധമാക്കി പൊക്കിപ്പിടിക്കാനും എല്ലാവിധ നാലാംകിട പണിയും സുപ്രഭാതം ചെയ്തു. ആർക്കും അറപ്പ് തോന്നുന്ന വിധത്തിൽ തൊട്ടടുത്ത ദിവസം വന്ന വാർത്തകളുടെ മാലപ്പടക്കവും അപലപനങ്ങളുടെ പെരുമഴയുമെല്ലാം ഈ അജണ്ടയുടെ ഭാഗമായിരുന്നു. എന്തു പറയണം, എങ്ങനെ പറയണം, ആരെ ഹൈലൈറ്റ് ചെയ്യണം എന്ന അടിസ്ഥാന കാര്യം പോലും ഇത്തരം ഘട്ടങ്ങളിൽ സുപ്രഭാതം മറന്നു പോകുന്നുവെന്നാണ് ഏറെ വേദനാജനകം. ആരെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി നൃത്തം ചെയ്യുന്ന സുപ്രഭാതത്തെയാണ് ഇത്തരം ഘട്ടങ്ങളിൽ നാം കണ്ടത്. യഥാർത്ഥത്തിൽ പത്രം കത്തിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീഗ് ആദ്യം പ്രതികരിക്കാതിരുന്നത് ബോധപൂർവം തന്നെയാണ് എന്ന് ഈ ലേഖനത്തോടെ അല്ലെങ്കിൽ ഈ വാക്കുകളിലൂടെ തന്നെ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ കക്ഷി കൂടിയാണ് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ അത് തീർച്ചയായും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ള കാര്യം ലീഗിന് കൃത്യമായി തന്നെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ EK വിഭാഗം സമസ്ത യഥാർത്ഥത്തിൽ അത് CPM-ന് അനുകൂലമായി, പ്രത്യേകിച്ചും KS ഹംസയ്ക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുമോ എന്ന് പോലും സംശയമുള്ള സാഹചര്യത്തിൽ ലീഗ് കടുത്ത തീരുമാനമെടുത്താൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ന്യായീകരണവുമായി രംഗത്ത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ലീഗിന് തിരിച്ചടിയാകും എന്നുള്ള കാര്യം ലീഗിന് തീർച്ച തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലീഗ് മുൻപേ കൃത്യമായ നിലപാടുകളൊന്നും തന്നെ പുറത്തു പറയാതെ തെരഞ്ഞെടുപ്പ് കഴിയാനായി കാത്തിരുന്നത്. പ്രത്യേകിച്ചും ഈ ലേഖനത്തിലൂടെ ലീഗ് പറയാൻ ഉദ്ദേശിക്കുന്നത് സമസ്തയെ മാത്രമല്ല, എന്താണ് സുപ്രഭാതം പത്രം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സ്വീകരിക്കുന്ന നിലപാടുകൾ, എന്താണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സുപ്രഭാതം പത്രത്തിൽ വരുന്ന വാർത്തകൾ, എങ്ങനെയാണ് ആ വാർത്തകളെല്ലാം തന്നെ ഒരുക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ലീഗ് അഥവാ ചന്ദ്രിക പത്രത്തിലൂടെ ഇതെല്ലാം തന്നെ തുറന്നു കാണിക്കാനായിട്ട് ശ്രമം നടക്കുന്നത്. യഥാർത്ഥത്തിൽ പത്രം പറഞ്ഞു വെക്കുന്നത് കേരളീയ മുസ്ലിം സംഘശക്തിയെ ക്ഷയിപ്പിക്കുന്നതിന് സുപ്രഭാതം എന്ന പത്രം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ചെയ്യുകയും ഇലക്ഷൻ കാലത്ത് പിന്നിലിരുന്ന ലീഗ് വിരുദ്ധ വികാരത്തെ പരമാവധി കത്തിക്കുകയും അതിന് തന്റെ ആശീർവാദത്തിൽ വളർന്ന ഷജറ വിഭാഗത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ആ ലീഗ് വിരുദ്ധത കമ്മ്യൂണിസ്റ്റിന് അനുകൂല വോട്ടായി പെട്ടിയിൽ സുഭദ്രമായി വീണുവെന്ന് ഉറപ്പാക്കുകയും ചെയ്തതിന് ശേഷം 2 ദിവസം കൂടി വിശ്രമമെടുത്ത് സുഹൃത്തുക്കളെ, ലീഗിനെയും സമസ്തയും തമ്മിലടിപ്പിക്കാൻ ആരും വരണ്ട, രണ്ടിനെയും ഭിന്നിപ്പിക്കുന്ന ശത്രുവിനെ കരുതിയിരിക്കുക എന്ന സൂപ്പർ ഡയലോഗ് അടിച്ച് മുന്നോട്ട് വരുന്നതിന് പിന്നിലെ തികഞ്ഞ കാപട്യം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ്. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പലരും തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുകയും പതിറ്റാണ്ടുകൾ നീണ്ട സമസ്ത ലീഗ് ബന്ധത്തെ ദുർബലപ്പെടുത്താൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്ന അനിവാര്യ കാലത്ത് അഥവാ സമയത്ത് സമസ്ത ലീഗ് ബന്ധത്തെ ശക്തിപ്പെടുത്തുന്ന ഒരക്ഷരം പോലും ഉരിയാടാതെ
പകരം പ്രസ്തുത ബന്ധത്തെ തകർക്കുന്ന വിധത്തിലുള്ള ധാരാളം വാർത്തകളും പരസ്യങ്ങളും പ്രസിദ്ധീകരിച്ചുകൊണ്ട് ക്ഷുദ്ര പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകി. ഒടുവിൽ ഈ മെഴുകലിന് വരുന്നതിന് പിന്നാലെ ദുഷ്ടലാക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഒരു അഭിസാരിക നടത്തുന്ന ചാരിത്ര പ്രസംഗമായി മാത്രമേ ഇതിനെ മനസ്സിലാക്കാനാകൂ. ഈ വാക്കുകളിലെല്ലാം തന്നെ ലീഗിന്റെ നിലപാട് വ്യക്തമാണ്. പ്രത്യേകിച്ചും സുപ്രഭാതം പത്രം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സ്വീകരിക്കുന്ന ചില നയങ്ങളും നിലപാടുകളെല്ലാം തന്നെ വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരുന്നു ലീഗ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സമസ്തയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ CPM-ന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. എന്നാൽ ആ വിഷയങ്ങളെല്ലാം തന്നെ പ്രാവർത്തികമായി കാണിക്കുക തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ സമസ്ത ചെയ്തത്. അഥവാ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ സുപ്രഭാതം പത്രത്തെ മുൻനിർത്തിക്കൊണ്ട് സമസ്ത കാണിച്ചത്. പ്രത്യേകിച്ചും ഒരു ഫ്രണ്ട് പേജിൽ തന്നെ ഇടതുപക്ഷം പരസ്യം കൊടുക്കുന്നതിലൂടെ തന്നെ സമസ്ത പറയാതെ പറയുന്നുണ്ട് തങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ളത്. സമസ്ത പക്ഷേ ന്യായീകരണമായി പറയുന്നത് ഇത്തരത്തിലുള്ള പരസ്യങ്ങളൊന്നും തന്നെ പത്രങ്ങൾക്ക് ഒഴിച്ചുകൂടാനാകില്ല എന്നുള്ളതാണ്. എന്നാൽ ചില സമയങ്ങളിൽ പത്രങ്ങൾ ഇത്തരത്തിലുള്ള പരസ്യങ്ങളോട് സ്വീകരിക്കുന്ന സമീപനം ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ചില പത്രങ്ങളിലെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു, പരസ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും പരസ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഇടം പിടിച്ച സ്ഥലം ഏറെ ശ്രദ്ധേയം തന്നെയാണ്. അത് പക്ഷേ സുപ്രഭാതത്തിന്റെ നിലപാട് ഏറെ വ്യക്തമാക്കുന്ന തരത്തിൽ അത് ഫ്രണ്ട് പേജിൽ വന്നു എന്നുള്ളത് തന്നെയാണ് ലീഗിനെ അസ്വസ്ഥപ്പെടുത്തിയത്. എന്നാൽ അതിനുശേഷം അത് ഏറെ വിമർശിക്കപ്പെട്ട സമയത്താണെങ്കിലും പത്രം കത്തിച്ച സമയത്താണെങ്കിൽ പോലും സമസ്ത സ്വീകരിച്ച നിലപാട് വീണ്ടും അത്തരത്തിലുള്ള പരസ്യം കൊടുക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ പത്രം കത്തിച്ചതിന് എതിരെ നിലപാടെടുക്കുകയും മാത്രമല്ല ലീഗിനുള്ളിലെ പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പറയുന്ന സാഹചര്യമെല്ലാം ഉണ്ടായത് ലീഗിനെ ചൊടിപ്പിച്ചിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി KS ഹംസയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നിരവധി തരത്തിലുള്ള പ്രചരണങ്ങൾ യഥാർത്ഥത്തിൽ സമസ്തയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള ചില വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഹംസയ്ക്ക് അനുകൂലമായ ചോദ്യാവലി തയ്യാറാക്കി എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രകടമായ രീതിയിലുള്ള ഒരു പ്രചരണം യഥാർത്ഥത്തിൽ ഹംസയ്ക്ക് അനുകൂലമായി സമസ്തയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. ഉദാഹരണമായി ഓൺലൈനിലൂടെയാണെങ്കിലും വാട്സപ്പിലൂടെയാണെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെ പറയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യാവലി പോലും പുറത്തിറക്കുന്ന സാഹചര്യമെല്ലാം തന്നെ സമസ്തയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത്തരത്തിലുള്ള പ്രവൃത്തികളെല്ലാം ചെയ്തതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പും കഴിഞ്ഞതിന് ശേഷമാണ് സമസ്തയുടെ ഭാഗത്തു നിന്നും ന്യായീകരിച്ചുകൊണ്ട് ഒരു ലേഖനം പോലും വരുന്നത്. ഇത്തരമൊരു ലേഖനം പുറത്തു വരുന്ന സമയത്ത് ലീഗിന് ആവലാതി ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികം തന്നെയാണ്. ലീഗിനെ ആശങ്കപ്പെടുത്തുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് സമസ്ത എന്ന വോട്ട് ബാങ്ക് തന്നെയാണ്. കാരണം സമസ്ത എന്ന വോട്ട് ബാങ്ക് പ്രത്യേകിച്ചും EK വിഭാഗം സമസ്തയിലെ വോട്ട് ലീഗിനാണോ അതോ ഇടതുപക്ഷത്തിനാണോ അനുകൂലമായി നിൽക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പ് പറയാറായിട്ടില്ല. ആ വോട്ടുകൾ പലതരത്തിൽ ഭിന്നിച്ചു പോകാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള കണക്കുകൂട്ടലുകൾ പോലും വന്നിട്ടുണ്ടായിരുന്നു. സർവേകളിലെല്ലാം തന്നെ KS ഹംസയ്ക്ക് മുൻതൂക്കം വരുന്ന സാഹചര്യം കൂടിയുണ്ടായിരുന്നു. ഇനി 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇനി വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കനത്ത വെല്ലുവിളി തന്നെയാണ്. ആ സാഹചര്യത്തിൽ സമസ്ത കൂടെയില്ല എങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെ ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ 25 സീറ്റോളമാണ് മുസ്ലിം ലീഗിന് സ്വന്തമായുള്ളത്. അവിടെ 17 മുതൽ 18 സീറ്റുകളോളം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പുള്ള സീറ്റുകൾ തന്നെയാണ്. ലീഗിന്റെ കൈവശമുള്ള അല്ലെങ്കിൽ ലീഗിന് ഏറെ സ്വാധീനമുള്ള വിജയസാധ്യത ഏറെ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ തന്നെയാണ്. ആ സീറ്റുകളിലെല്ലാം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഭൂരിപക്ഷം കുറയുന്നു എന്നുള്ളതും ലീഗിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. പെരിന്തൽമണ്ണ MLA ആയിട്ടുള്ള നജീബ് കാന്തപുരം 31 വോട്ടിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്നുള്ളതും ലീഗിനെ ചില്ലറയൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആകെയുള്ള വോട്ട് ബാങ്കായ സമസ്ത പോലും കൂടെ ഇല്ലെങ്കിൽ സമസ്ത ഇടതുപക്ഷ അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ലീഗിന് അത് വലിയ തിരിച്ചടിയാകും എന്നുള്ളൊരു ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ സമസ്തയെ കൂടെ നിർത്തുക, അതല്ലെങ്കിൽ സമസ്തയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇനിയും ലീഗ് സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ, ഇനിയും ലീഗ് പ്രതികരിക്കാതിരിക്കുകയാണെങ്കിൽ അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം 2026 തെരഞ്ഞെടുപ്പിലാണെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ചും UDF-നുള്ളിൽ തന്നെ സമസ്ത 3ാം സീറ്റ് പോലും ആവശ്യപ്പെട്ടുകൊണ്ട് തങ്ങളുടെ ശക്തിയെല്ലാം തന്നെ കാണിച്ചുകൊണ്ട് വെല്ലുവിളി ഉയർത്തിയ ഒരു സാഹചര്യം കൂടിയാണ്. ഈ സാഹചര്യത്തിൽ കാലിനടിയിലെ മണ്ണ് ചോർന്നു പോവുക എന്ന നിലയിലേക്ക് ലീഗിന് പോകേണ്ടി വന്നാൽ അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഖേദകരം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ലീഗിന്റെ ഭാഗത്തു നിന്ന് ഏറെ വൈകിയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം പോലും ഉണ്ടായത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന് ശേഷവും പ്രതികരണവും പ്രതിഷേധവുമായിക്കൊണ്ട് ഇരു സംഘടനകളും മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ആഴം അല്പം കൂടുതലാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ.